മനോഹരമായ പൈൻമരക്കുന്നുകളാലും മുന്തിരിത്തോട്ടങ്ങളാലും സമ്പന്നമായ ഇറ്റലിയിലെ കൊർണാൾഡോ എന്ന കൊച്ചു ഗ്രാമം. അവിടെ ലൂയിജിയുടെ വസന്തയുടെ കൊച്ചു വീട്ടിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. അവരുടെ 6 മക്കളിൽ മൂന്നാമത്തവളായിരുന്നു മരിയ. മരിയ തെരേസ ഗുരേത്തി എന്നായിരുന്നു അവളുടെ പേര്. ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു അവളുടെ വീട്. എങ്കിലും സന്തോഷവും സമാധാനവും വിശുദ്ധിയും കൊണ്ട് സമ്പന്നമായിരുന്നു. അങ്ങനെയിരിക്കെ അവരുടെ 9ാം വയസ്സിൽ അവളുടെ എല്ലാമായ അപ്പച്ചൻ മരിച്ചു. ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ട് വലഞ്ഞ് അവർ ഒരു ധനിക കുടുംബത്തിൽ അഭയം തേടി അവിടെ ജോലി ചെയ്ത് ജീവിച്ചു. ക്ലേശപൂർണമായ ജീവിത സാഹചര്യങ്ങൾ നിമിത്തം മരിയയ്ക്ക് സ്കൂളിൽ പോകാൻ ഒന്നും കഴിഞ്ഞിരുന്നില്ല. അമ്മയെയും സഹോദരങ്ങളെയും സഹായിക്കാൻ അവൾക്ക് വലിയ ഉത്സാഹമായിരുന്നു. ഈശോയെ അവൾ ഒത്തിരി സ്നേഹിച്ചു. എന്നാൽ ഈ സ്നേഹത്തിൽ നിന്ന് മരിയയെ അകറ്റാൻ മരിയ താമസിച്ചിരുന്ന വീട്ടിലെ മദ്യപാനിയായ അലക്സാൻഡ്രോ എന്ന യുവാവ് കടന്നു വന്നു. സുന്ദരിയായ മരിയെ അവൻ കഴുകൻ കണ്ണുകളോട് നോക്കുമായിരുന്നു. പാപത്തിൽ നിന്നും ഓടി അകന്ന മരിയ അമ്മയോട് എന്താ പറഞ്ഞെന്നറിയാമോ? അമ്മേ, എൻ്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിച്ചാലും ഞാൻ പാപം ചെയ്യുകയില്ല. കണ്ടോ കൂട്ടുകാരെ, മരിയ വിശുദ്ധിക്ക് കൊടുത്ത വില എത്ര മാത്രമാണെന്ന്. എന്നാൽ ജൂലൈ മാസത്തിലെ ഒരു ചൂടുള്ള സായാഹ്നത്തിൽ ക്രൂരത നിറഞ്ഞ കണ്ണുകളിൽ സ്നേഹത്തിന്റെ പുഞ്ചിരി ഒളിപ്പിച്ച് അലക്സാൻഡ്രോ മരിയയുടെ അടുത്തെത്തി അവളെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. എന്നാൽ മരിയ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഇല്ല, ഞാൻ വഴങ്ങുകയില്ല. ഇത് പാപമാണ്. അലക്സാൻഡ്രോ, നീ നരകത്തിൽ പോകും, കേട്ടോ? എന്നാൽ കുപിതനായ അലക്സാൻഡ്രോ അവന്റെ കുപ്പായത്തിൽ ഒളിപ്പിച്ച കഠാര എടുത്ത് ആ വെള്ളരി പ്രാവിന്റെ ചങ്കിലേക്ക് കുത്തി. 1ഉം 2ഉമല്ല, ദേഷ്യം തീരുന്നോളം 14 കുത്തുകൾ. മരിയ മരിക്കുന്നതിന് മുമ്പ് അവളുടെ കുമ്പസാരക്കാരനോട് പറഞ്ഞു, അയാൾ ഒരിക്കൽ മാനസാന്തരപ്പെടും. 1950 വിശുദ്ധ വത്സരത്തിൽ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചപ്പോൾ അമ്മ അസന്തയുടെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അതാരാണെന്നറിയാമോ? അലക്സാൻഡ്രോ. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം? വിശുദ്ധിക്ക് തീരെ വിലയില്ലാത്ത ഈ ലോകത്ത് വിശുദ്ധിക്ക് വേണ്ടി മരണം വരിച്ച മരിയ പോലെ വിശുദ്ധി സംരക്ഷിക്കാൻ വേണ്ട കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു.